മുഖ്യമന്ത്രിയുടെ മകൾക്ക് അന്വേഷണ കുരുക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. KICDCയും അന്വേഷണ പരിധിയിൽ വരും. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുൻപ് നിലയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന് സംശയമുണ്ടെന്നും VD സതീശൻ പരിഹസിച്ചു. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ചത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പരിപാടിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ധാരണയിലേക്ക് CPMഉം BJPയും പോവുകയാണ്. കേന്ദ്ര അന്വേഷണത്തിൽ CPIM പ്രതികരിക്കണമെന്നും എക്സാലോജിക്കിന്റെ പ്രവർത്തനം ദുരൂഹമാണെന്നും മാത്യു കുഴൽനാടൻ MLA. വീണ വിജയൻ ആദ്യം തുടങ്ങിയെന്ന് പറയുന്ന കമ്പനി എക്സാലോജിക്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്നും ഇത് വഴിവിട്ട പണം സ്വീകരിക്കുന്നതിനും ആ പണം വെളുപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി സാധാരണ ഉണ്ടാകാറുള്ള കടലാസ് കമ്പനികളുടെ സ്വഭാവത്തിലുള്ള ഒരു കമ്പനിയുടെ പ്രവർത്തനം പോലെയാണ് ഔദ്യോഗികമായി വീണ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്നാൽ അന്വേഷണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിൽ സംശയമുണ്ടെന്ന് K മുരളീധരൻ MP. അല്ല, കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലെ അന്വേഷണം എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് ഇവർ തമ്മിലുള്ള അന്തർധാരയെ ആശ്രയിച്ചായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇതിൽ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല. കാരണം കേന്ദ്ര ഏജൻസികൾ ഇവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ കയറേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കയറുമെന്ന് പറയുന്നതല്ലാതെ കയറുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലൊക്കെ നിരത്തി കയറി ഇറങ്ങുക. പക്ഷേ കേരളത്തിൽ ഏതാനും ചില സഹകരണ ബാങ്കുകൾ കയറി ഇറങ്ങുന്നതല്ലാതെ മറ്റൊരു നടപടികൾ ഇതുവരെ എടുക്കേണ്ട പോലെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ അന്വേഷണം ഏതുവരെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ യാതൊരു ഭയവുമില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നടപടിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. എന്നാലും ഒരു ഇത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. എന്താ നോക്കട്ടെ, അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാൻ കാര്യങ്ങൾ നോക്കാം. എന്നാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നു. 3 മാസത്തിനകത്ത് ഒരു അതൊക്കെ നോക്കാം. എന്താ നോക്കട്ടെ, വരട്ടെ, അത് അന്വേഷിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം നെടുങ്ങാടി, എന്താണ് ഈ കേന്ദ്രത്തിന്റെ എക്സാലോജിക് ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ? വേണുബാലകൃഷ്ണൻ, മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഈ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എതിരായി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടുകൂടിയാണ് വിശദമായ അന്വേഷണം വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ആരോപണങ്ങളിൽ അവ്യക്തവും ഒഴിഞ്ഞു മാറുന്ന തരത്തിലുമുള്ള മറുപടികളാണ് CMRലിന്റെ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് എന്നതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വിശദമായുള്ള അന്വേഷണം തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. KSIDC എതിരായും ഈ അന്വേഷണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി 3 മുതിർന്ന ഉദ്യോഗസ്ഥർ, കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, ROC പോണ്ടിച്ചേരിയിൽ നിന്നും A ഗോകുൽനാഥ് എന്നിവരടങ്ങുന്ന 3 അംഗ അന്വേഷണ സംഘം 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. വേണുബാലകൃഷ്ണൻ. ബൽറാം, ഈ എക്സാലോജിക്കിന്റെ ഇടപാടുകളിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ കുഴപ്പങ്ങളുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ലേ?
ഈ ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ ഇക്കാര്യത്തിൽ വ്യക്തമായി തന്നെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ വിവാദമായ മാസപ്പടി എന്ന ആരോപണം ഉയരുന്നതും ആ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRRലും തമ്മിലുള്ള ഇടപാട് സംബന്ധിച്ച് അവ്യക്തതകളും ദുരൂഹതകളും ഉണ്ട് എന്നാണ് വ്യക്തമാക്കിയത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ സ്വാധീനിച്ചതായുള്ള പരാമർശങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ ഈ കമ്പനിയുടെ CMRLലെ ചില ഉദ്യോഗസ്ഥർ തന്നെ കമ്പനിക്ക് നൽകിയ മൊഴി അനുസരിച്ച് ഈ കരാറിൽ പറയുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന സേവനങ്ങൾ പോലും നൽകിയിട്ടില്ല എന്നും എങ്കിൽ പോലും പണം കൈമാറ്റം കരാർ അനുസരിച്ചുള്ള പണം കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് മാസപ്പൊടി എന്ന ആരോപണം തന്നെ ഉയരാൻ ഇടയാക്കിയത്. ഈ ഒരു ആരോപണം സംബന്ധിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിൽ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ അന്വേഷണം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിരിക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അനധികൃതമായ ഇടപാടുകൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള ഇടപാടുകൾ, അതിൽ കരാറുകൾ ഉണ്ടായിരുന്നു, കരാറുകൾ സാധുവായിരുന്നു, പണ ഇടപാട് നൽകിയത് ഏത് തരത്തിലാണ്, ഏത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സേവനം നൽകാതെ തന്നെ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ തന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം, ഒരു കാര്യം കൂടി, ഇത് വിവാദമായ ഘട്ടത്തിലൊക്കെ CPM കേന്ദ്ര നേതൃത്വം പ്രതികരിക്കാതെ ഇത് കേരളത്തിലെ വിഷയം എന്ന നിലയിൽ അകലം പാലിക്കുകയായിരുന്നു. ഇപ്പോൾ KSIDCയും കൂടി ഇതിൽ ഭാഗമായിരിക്കുന്നത് കൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലേക്ക് കൂടിയാണ് അന്വേഷണം. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിനും ഈ കാര്യത്തിൽ ഇനി നിലപാട് പറയേണ്ടി വരില്ലേ? വേണുഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ഇന്ന് CPMന്റെ കേന്ദ്ര നേതാക്കളുടെ പ്രതികരണങ്ങൾ തേടിയിരുന്നെങ്കിലും ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പൊതുവെ ഈ കേരളത്തിൽ ഇടത് സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം സ്വീകരിക്കുന്ന ഒരു സമീപനം, വിവാദമായ തീരുമാനങ്ങളിൽ പലതിലും സംസ്ഥാന നേതൃത്വം തന്നെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നുള്ള ഒരു സമീപനം CPMന്റെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചു വരുന്നു. അത്യധികം ഗൗരവമുള്ള പാർട്ടി നയങ്ങൾക്ക് എതിരായി വരുന്ന ചില തീരുമാനങ്ങളിൽ ഒഴികെയുള്ള മറ്റെല്ലാ വിഷയങ്ങളിലും തന്നെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സർക്കാർ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് CPMന്റെ കേന്ദ്ര നേതൃത്വം ചെയ്യുന്നത്. ഈ വിഷയത്തിലും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിഷയം പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും നിലവിൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ CPMന്റെ കേന്ദ്ര നേതാക്കളിൽ നിന്നും വന്നിരിക്കുന്നത്. എന്നാൽ ഇത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPM കേന്ദ്ര നേതാക്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.